നമ്മളെ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണിത്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ കൃത്യസമയത്ത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്കും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം. ചിക്കൻ്റെ ഏറ്റവും ഫേമസ് ആയ, ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും ഫേമസ് ആയ ഒരു ഐറ്റമാണ് ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ബക്കറ്റ് ചിക്കൻ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് വറ്റൽമുളക് അരച്ച് ചേർത്തത് വേണം. പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇങ്ങനെ 4 മണിക്കൂർ മുമ്പേ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബക്കറ്റ് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല മസാലയൊക്കെ ഉള്ളോട്ട് ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ മസാല ചേർത്ത് വെച്ച് 4 മണിക്കൂറിന് ശേഷം എടുത്ത ഒരു ചിക്കനാണിത്. ഇത് ഞങ്ങൾ മുറ്റത്ത് തയ്യാറാക്കി ഈ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കാൻ പോവാണ്. അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വടി നമ്മൾ മണ്ണിൽ ഉറപ്പിച്ച് വെക്കണം. അതിന് താഴെയായിട്ട് നമ്മുടെ വാഴയില, അതിൻ്റെ താഴെ, വടിയുടെ താഴെയായിട്ട് ചുറ്റിലും വാഴയില നമ്മൾ നല്ലപോലെ വെക്കണം. അതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. ഇതുണ്ടാക്കുന്നത് കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ നമ്മളെ ചുറ്റിലും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും വായിൽ വെള്ളം ഊറി കാത്തു നിൽക്കുകയാണ് ഇത് ഒന്ന് കുക്കായിട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ കുഴിച്ചിട്ട വടിയുടെ മുകളിലായിട്ട് ഈ മസാല തേച്ച ചിക്കൻ നമ്മൾ ഉറപ്പിച്ച് വെക്കണം. അതിന് വാഴനാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ഐറ്റം കൊണ്ട് തന്നെ കെട്ടണം. ഇരുമ്പൊന്നും ഉപയോഗിച്ച് കെട്ടരുത്. അത് ചൂടാകുമ്പോൾ ഇരുമ്പ് അതിൻ്റെ അകത്ത് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഴനാരോ അല്ലെങ്കിൽ ഓലയുടെ തണ്ടിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന ഒരു നാരോ എടുത്ത് കെട്ടിയാൽ മതി. ഇനി ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മളത് തപ്പ് കൊണ്ട്, നമ്മൾ എണ്ണയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തപ്പാണ്. ഈ തപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചിക്കൻ മൊത്തമായിട്ട് മൂടണം. ഈ വടി ഉൾപ്പെടെ നമ്മൾ ആ തപ്പിൻ്റെ അകത്ത് ഉൾക്കൊള്ളണം. അപ്പോൾ അതിനെ പറ്റുന്ന ഒരു വടിയാണ് നമ്മൾ ആദ്യം അളന്ന് അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി വെക്കേണ്ടത്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ തപ്പിനെ ഒരു കല്ലുകൊണ്ട് മൂടണം. എന്താണെന്ന് വെച്ചാൽ ഈ തപ്പ് നമ്മൾ ചൂടാകുമ്പോൾ, നന്നായിട്ട് ചൂടാവും. ആ ചൂടാകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ തപ്പ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വെയിറ്റ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം. ഇനി ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി കരിയിലയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓലയോ ഉപയോഗിച്ച് നന്നായിട്ട് അതിന് മുകളിൽ കവർ ചെയ്യണം. ഒറ്റയടിക്ക് ചൂടായി കിട്ടണം. അല്ല നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇത് വേവിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കരിഞ്ഞു പോകും. എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ അകത്താണ് ഈ ചിക്കനുള്ള നല്ല ചൂടോടുകൂടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ളൊരു തീ നമ്മൾ അതിന് മുകളിൽ ചുറ്റിലായിട്ട് റെഡിയാക്കി വെക്കണം. അങ്ങനെ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ വെക്കാം. പല സ്ഥലത്തും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി തീപിടുത്തം ഉണ്ടായ സംഭവം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ തീ നല്ലപോലെ കത്തി വരുന്നുണ്ട്. ഈ തീക്ക് ചുറ്റും നിന്ന് ആകാംക്ഷയോടെ കാത്ത് നിൽക്കുകയാണ് എല്ലാവരും തീയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവർക്കും നല്ലൊരു ആകാംക്ഷയാണ്. അങ്ങനെ നമ്മുടെ തീയൊക്കെ ഏകദേശം കെട്ടി വരുന്നുണ്ട്. അകത്തുള്ള ചിക്കൻ വെന്തിട്ടുണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി നമുക്ക് പതുക്കെ ഈ മൂടി ഒന്ന് തുറന്നു നോക്കണം. ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇരുമ്പിൻ്റെ തപ്പ് നല്ലപോലെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ യെസ്, നമ്മുടെ ബക്കറ്റ് ചിക്കൻ അധികം പരിക്കൊന്നും ഇല്ലാതെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് പതുക്കെ ഇതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് അടർത്തി മാറ്റി നോക്കാം. സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടി ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ചുറ്റിൽ നിന്നിട്ട്. നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും ഒരു പ്രത്യേക ട്രെൻഡ് ആയിരുന്നല്ലോ. എല്ലാവരും ഓരോ ദിവസം വീട്ടിലുണ്ടാക്കുന്ന ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വേറൊരാൾ പിറ്റേന്ന് വേറൊരു ഐറ്റം ഇടും. അങ്ങനെ ഒരു സംഭവം ആയിരുന്നല്ലോ നമ്മുടെ ലോക്ക്ഡൗൺ കാലം.
അപ്പോൾ നമ്മളെ ചിക്കൻ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തപ്പം വേവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ വടിയുടെ മുകളിൽ നിന്നും ഈ ചിക്കൻ നമുക്ക് ഊരിയെടുക്കണം. നമ്മൾ നേരത്തെ കെട്ടിയ കെട്ടൊക്കെ പതുക്കെ അഴിച്ചെടുക്കണം. വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഈ ഓരോ പീസ് അടർന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് പതുക്കെ നമ്മൾ എടുക്കണം. ഇതാ കണ്ടില്ല, നമ്മളെ സൂപ്പർ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും നല്ല ടേസ്റ്റി ഐറ്റം ആണ് ഈ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ എരിവും മസാലയൊക്കെ കറക്റ്റായിട്ട് ചേർക്കുക. ഈ ചൂട് കൈ പൊള്ളാതെ വളരെ ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.